നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ കഥകൾ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ കഥകളൊക്കെ കയറി കണ്ടാൽ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എഴുതി രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ പൗലോസ് പോയതിനു ശേഷം ആദ്യത്തെ 2-3 ദിവസം അലീന എന്ത് ചെയ്തു? സ്റ്റാൻലി സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ആഹാരം തന്നെ ചിട്ടയ്ക്കനുസരിച്ചുള്ള ഭക്ഷണക്രമമാണ് ഉണ്ടായിരുന്നത്. പക്ഷേങ്കില് പൗലോസ് പോയതിന്റെ 3-ാം ദിവസം അലീന ഒരു കാര്യം തീരുമാനിച്ചു. ഇതൊന്ന് മാറ്റി പിടിക്കണ്ടേ? ഇത്രയും ദിവസം പപ്പായ്ക്ക് പൗലോസ് ഏടം പോയതിന്റെ കുറവ് തോന്നരുതെന്ന് വിചാരിച്ച്. കാരണം ഇത്ര നാൾ കണ്ടിന്യൂസിൽ ഒരു മെനു ഉണ്ട്, ഇന്നത് ഈ സമയത്ത് അങ്ങനെയെന്നൊക്കെ ഒരു ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊരു കുറവ് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച അലീന അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ. അങ്ങനെ 2-3 ദിവസം സ്റ്റാലി പരാതിയൊന്നും പറഞ്ഞതുമില്ല. 3-ാം ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, അതെ, ആഹാരം നല്ലതാണെങ്കിൽ നല്ലതാന്നൊരു കാര്യം പറയണം, ചീത്തയാണെങ്കിൽ പറയാനായിട്ട് 100 നാവാണെങ്കിലോ. നല്ലതാണെങ്കിൽ മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോകും. അത് കേട്ടതും സ്റ്റാൻലി ഒന്നും മിണ്ടാതെ വീണ്ടും കഴിപ്പ് തുടർന്നു. എന്നോടേ അല്ലെന്നുള്ള ഭാവത്തിലായിരുന്നു. സ്റ്റാൻലി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന ഒതുക്കുടിച്ചാനോട് പറഞ്ഞു, അപ്പച്ച, ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത്? നാളെ മുതലേ ഞാൻ ഇവിടുത്തെ ഭക്ഷണക്രമം ഒക്കെ ഇങ്ങോട്ട് മാറ്റാനായിട്ട് പോവാ. കൊള്ളാം കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലേ ലാലിച്ച നിന്നെ അങ്ങോട്ട് മാറ്റും. പിന്നെ എങ്കിൽ നമുക്ക് കാണാം. പിറ്റേന്ന് അലീന എന്ത് ചെയ്തു? ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് നേരെ സ്റ്റാലിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, പപ്പായ്ക്ക് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടേന്ന് ചോദിച്ചു. സ്റ്റാലിനെ ഒന്ന് തുറച്ചു നോക്കി അലീനെ, ഇന്നെന്താ അത്ര പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത ഉള്ള ദിവസമാണോ? ഇന്നത്തെ ദിവസം പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചു. അതെ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഉണ്ടാക്കി വെച്ചാൽ ഡൈനിങ് ടേബിൾ വന്ന് ഞാൻ നോക്കും എന്തൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ അത് ഞാൻ അങ്ങോട്ട് കഴിക്കും. കഴിക്കാൻ തോന്നുന്ന വിഭവം ഞാൻ കഴിക്കും. ഓഹോ, അപ്പം പപ്പ തീരുമാനിക്കുന്ന അന്നത്തെ ദിവസം എന്ത് കഴിക്കണം തീരുമാനിക്കുന്ന മേശപ്പുറത്തിരിക്കുന്ന ഫുഡാണോ? ഏത് ഫുഡ് കഴിക്കണമെന്ന് പപ്പ തീരുമാനിക്കുന്ന മേശപ്പുറത്തിരിക്കുന്ന ഫുഡ് കണ്ടിട്ടാണോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം സ്റ്റാലി ഒന്ന് അലീനെ നോക്കി. ഓഹോ, അപ്പൊ ഇതിനാണോ നീ പൗലോസിനെ പറഞ്ഞയച്ചത്? ഞാൻ പറഞ്ഞയച്ചല്ലോ, കള്ളം തന്നെത്താൻ പോയതല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുക്കളക്കാര്യത്തിൽ തലയിടരുത്. ശരി, നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഞാൻ വേറെ കുക്കിനെ ഏർപ്പാടാക്കിക്കോളാം. എനിക്കറിയാം, ക്ലബിലേക്കൊന്ന് വിളിച്ചാൽ മതി. കാരണം സ്റ്റാലിക്ക് ഒരു കാര്യമുണ്ട്, രാവിലെ ഡൈനിങ് ടേബിളിൽ പോയി നോക്കും, കുറെ സാധനങ്ങൾ വിഭവങ്ങൾ പൗലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് പതിവ്. പക്ഷെ അത് അലീനയ്ക്ക് പറ്റില്ല. അപ്പൊ സ്റ്റാലിയുടെ വിചാരം അലീനയ്ക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണെന്നാ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേന്നാ. അങ്ങനെ സ്റ്റാലി ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അലീന പറഞ്ഞു, പപ്പ പ്ലീസ്, പപ്പായ്ക്ക് എന്താ വേണ്ടെന്ന് പറ, ഞാൻ നല്ല രുചിയായിട്ട് ഉണ്ടാക്കി തരാം. വേണ്ട, ഇതെല്ലാം ഓരോ ഒബ്ലിഗേഷനാ. ശമ്പളം കൊടുത്ത് ജോലി ചെയ്യിക്കാൻ ആരുടെയും പരാതി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പൊ വേണ്ട. അലീനയും വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പപ്പ സാധാരണ എന്താ ചെയ്യുന്നേ? കുറെ മട്ടനും ചിക്കനും ബീഫും ഫിഷ് ഫ്രൈയും മപ്പാസും സകലം ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടേ വെക്കാൻ പറയും. എന്നിട്ടോ അത് നിരത്തി വെച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് 1, 2, 3 പീസ് എടുത്ത് കഴിക്കും. ബാക്കിയെല്ലാം മിച്ചം വരും. മിച്ചം വരുന്ന കുറച്ചവര് കഴിക്കും, ബാക്കി വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടുപോയിടും. ഇനി ഞാൻ അത് സമ്മതിക്കില്ല. അത് കേട്ടത് സ്റ്റാൻലിക്ക് വല്ലാത്ത ദേഷ്യം. ഇന്നലെ വന്ന് കയറികള് എന്നെ ഭരിക്കാൻ വരുന്നു. അലീന സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ചാടി എഴുന്നേറ്റു. മൊഹമൊക്കെ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ചോന്നു വന്നു. ഇല്ല, ഞാൻ അതേ പ്രസംഗം പറയുന്നത് എനിക്കറിയാം. പപ്പായ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പപ്പ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, എനിക്കൊരു സങ്കടവും ഇല്ല. അല്ല, പപ്പായൊന്ന് ചിന്തിച്ചു നോക്കിയേ, പപ്പായ്ക്ക് എന്തെങ്കിലും കാര്യത്തിലൊരു നിയന്ത്രണം ഉണ്ടോ? ദേഷ്യം കാണിക്കുന്നതിലില്ല, ആഹാര കാര്യത്തിലില്ല, മദ്യപാനത്തിലില്ല, പുകവലിയിലില്ല, ഒന്നിലുമില്ല. ഞാൻ ഇതിലെല്ലാം ഇടപെടുകയും ചെയ്യും. ഇല്ലെങ്കിൽ പപ്പ എന്നെ ഉപേക്ഷിക്കേണ്ട വരും. എനിക്ക് അങ്ങനെ ഒരു നിയന്ത്രണത്തിന് ആവശ്യമൊന്നുമില്ല അലീന. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടി ഞാൻ സ്വത്തുണ്ടാക്കിയത്. തറവാട് സ്വത്തൊന്നുമല്ല, എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ബലം കൊണ്ടാ. പക്ഷേ പപ്പായ്ക്കും 4 മക്കളുണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ? അതിലൊരാളെ 23 വർഷക്കാലം വളർത്തിയത് ഒരു അനാഥാലയമാണെന്ന കാര്യം പപ്പ മറന്നുപോയോ? അതെ, അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആന്റപ്പ, ആന്റപ്പ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുവാണ്. ഒച്ചയെടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആന്റപ്പൻ പേടിച്ചുകൊണ്ട് ഓടി വന്നു.
അതെ, ഇവളെ വിളിച്ചോണ്ട് പോയി ആ TV ഓൺ ചെയ്ത് വെച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ആ പുഴയൊക്കെ ഒന്നുകൂടെ കാണിച്ചു കൊടുക്ക്. ആഹാ, പപ്പ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞല്ലേ? അതെ, പപ്പ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും ശരി, ഞാൻ തന്നെയാ ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നേ. അലീനെ അതും പറഞ്ഞ് മുറിവിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അവധിക്കുട്ടിച്ചാൻ പുറത്ത് കാത്തു വെക്കുന്നുണ്ടായിരുന്നു. അവനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല വല്യപ്പിച്ച, വേറെ കുക്കിനെ വെക്കാൻ പോവാണത്രേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്റെ മോളെ. അവന്റെ സ്വഭാവം അറിയാലോ, ചുറ്റിക വെച്ച് ആണി അടിച്ച പോലെ തറഞ്ഞുപോയ ശീലങ്ങൾ അവന്റേത്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തൊന്നുമില്ല. ആണി അടിക്കുന്ന ചുറ്റികയുടെ മറുവശത്ത് ഒരു സാധനമുണ്ട്, അടിച്ചുറപ്പിച്ച് ആണി ഇളക്കിയെടുക്കാനുള്ള അത്. ആട്ടെ, നിങ്ങള് തമ്മിൽ ഉടക്കിയോ? ചെറുതായിട്ട്. നീ ഒരു കാര്യം ചെയ്യുമോളെ, അവന്റെ ഇഷ്ടം പോലെ 3-4 ദിവസം കൂടി വെച്ച് വിളമ്പി കൊടുക്ക്. എന്നിട്ട് ഓരോ ഐറ്റം വെച്ച് ഓരോ ദിവസം കുറച്ചുകൊണ്ട് പോവാ. ചോദിച്ചാല് അതിനെന്തെങ്കിലും ഒഴിവ് പറഞ്ഞാ മതി, ലാലിച്ചൻ വിശ്വസിച്ചോളും. അതിന്റെ ഒന്നും ആവശ്യമില്ല വല്യപ്പിച്ച. പിന്നെ മധ്യ തിരുവിതാംകൂറിന്റെ മഹാരാജാവൊന്നും അല്ലല്ലോ ഈ ലാലിച്ചൻ. വല്യപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വല്യപ്പന്റെ മടിയെ കടന്ന്. അവനത് കേൾക്കുമ്പം കലി വരും. നീ ഇത് ഉറക്ക പറയൊന്നും വേണ്ട. അത് കൂടി ഞാൻ ചെറു ചിരിയോട് കൂടിയിട്ടാണ് അലീനയോട് പറയുന്നത്. നീ അവന്റെ അടുത്ത് അങ്ങനൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. ഞാൻ അവന്റെ അപ്പനായതുകൊണ്ടാ അവൻ എന്നെ തല്ലാത്തത്. എന്നെ അടിച്ചോട്ടെ വല്യപ്പച്ച. അപ്പന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളാത്ത മക്കളുണ്ടോ? എനിക്കും പപ്പയുടെ കയ്യിൽ നിന്ന് ഒരടിയെങ്കിലും മേടിക്കണം, എന്നിട്ട് മാറിയിരുന്ന് കരയണം, കെറിവിച്ച് മിണ്ടാതെ കിടക്കണം, പിന്നെയും കൂട്ടുകൂടണം. ഓഹോ, ഇത് വല്ലാത്തൊരു സൂക്കേട് തന്നെയാ. വല്യപ്പച്ച നോക്കിക്കോ, അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. എനിക്ക് ഈ പപ്പയുടെ ദേഷ്യം കാണാൻ വലിയ ഇഷ്ടമാന്നേ. മുഖമൊക്കെ ചുവന്നോ, കണ്ട് 2 ശീമനെല്ലിക്ക പോലെ ഉരുണ്ട്, മീശ വിറപ്പിച്ച് ഇപ്പൊ തല്ലുമെന്ന് തോന്നും. അവന്റെ കൈ വന്ന് വീണ നീ ചത്തുപോകും, അതിനുള്ള നീ ഉള്ളൂ. അവധിക്കുട്ടരച്ചാണ് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് കടി വേണേലും എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇവിടെ നല്ല 1-ാം തരം ചൂടിലിരിപ്പുണ്ട്. നടക്കും. ഞാൻ എന്ത് വെറുതെ കാണിച്ചാലും വല്യപ്പച്ചൻ ചിന്നമ്മേനെ നുള്ളി നോക്കിയല്ലാന്ന് എനിക്കറിയാലോ എന്ന് പറഞ്ഞു. അലീന ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ സ്റ്റാലിയാണ് ന്യൂസ് കണ്ട് സോഫയിൽ ഇരിക്കുമായിരുന്നു. കാലിച്ചോട്ടിലും സോഫയിലും ഒക്കെ ആയിട്ട് നായ്ക്കൾ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. അത് സ്ഥിരം ഒരു കാഴ്ച തന്നെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ സ്റ്റാലി മോൻ തിരിച്ചു നോക്കി. അലീനയാണ്. മൈൻഡ് ചെയ്യാതെ TV-യിലേക്ക് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് അലീന വന്നിട്ട് പറഞ്ഞു, അതെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും സ്റ്റാലിയുടെ മുഖം വെറുത്തു. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? അലീന ചോദിച്ചു. സ്റ്റാലി വായിച്ചു നോക്കി. ഇപ്പോ സമയം എത്രയായി? അലീന സ്റ്റാലിയുടെ ഇരുതായി പിടിച്ചുകൊടുത്തി സമയം നോക്കിയിട്ട് പറഞ്ഞു, 8:48. ബ്രേക്ക്ഫാസ്റ്റിന് സമയം എത്രയാ? 8:30. അതെ, എനിക്കൊരു ചിട്ടിയുണ്ട് അറിയാലോ. ഓ, പട്ടാളത്തിലെ ചിട്ടിയൊക്കെ ഇവിടെ വേണോ പപ്പ? പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് തന്നെ എത്ര വർഷമായി. എനിക്ക് കൃത്യസമയത്ത് ആഹാരം വേണം, ഇതെന്റെ ശീലമാ. പിന്നെ ഒരു 10-15 മിനിറ്റ് താമസിച്ചു എന്ന് വെച്ചാൽ വയറ് കോപിക്കോ? അതെന്തൊരു വയറാ? അങ്ങനെ വല്ല യാതൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു വയറ് നമുക്ക് വേണോ? അലീന ഒരു ചെറു ചിരിയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ സ്റ്റാൻലി TV-ന്ന് കണ്ണെടുത്തില്ല, അവിടെ തന്നെ നോക്കിയിരിക്കണം. അലീന സോഫയുടെ പിന്നിൽ ചെന്നിരുന്നു. സ്റ്റാൻലിയുടെ ചിരിസിക്കൂടെ 2 കൈത്തലങ്ങളും വെച്ചു. ആദ്യം പതിയെ ആ മുടികൾക്കിടെ ഒന്ന് തലോടി കൈ ഓടിച്ചു. പ്രതിഷേധിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാൻലിക്ക്. പിന്നെ അനങ്ങാതിരുന്നു കൊടുത്തു. അതിലൊരു സുഖം ഉണ്ടായിരുന്നു. അയാളുടെ നെറ്റിയിലും ചെന്നിയിലും ഒക്കെ അലീന വിരൽ തൊട്ടിങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ തലോടിക്കൊണ്ടിരുന്നു. സ്റ്റാൻലി അത് നന്നായിട്ട് ആസ്വദിച്ചു. അതെ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഊണുമേശയെ വെച്ചിരിക്കുക. ഇനിയും താമസിച്ചാൽ അത് തണുത്തു പോകും പാപ്പ. പപ്പായ്ക്ക് വേണ്ടിയല്ല കഷ്ടപ്പെട്ട് ഇത്രയും ഞാൻ ഉണ്ടാക്കിയത്. അത് കഴിച്ചില്ലെങ്കിലേ എനിക്ക് എത്രമാത്രം സങ്കടം തോന്നുന്നു അറിയാലോ. അലീന അയാളുടെ മുഖത്തേക്ക് നോക്കി. അലീനയ്ക്ക് മനസ്സിലായി ആ മുഖത്തെ ആ ദേഷ്യമൊക്കെ പതുക്കെ മാഞ്ഞു വരുന്നുണ്ട്. പിന്നീട് അലീന എന്ത് ചെയ്തു, സ്റ്റാലിയുടെ മുഖം കൂടെ പിടിച്ചുയർത്തിയിട്ട് ആ നെറ്റിയിൽ ഒരു ഉമ്മയും കൂടെ കൊടുക്കുകയാണ്. അതെ, ഇപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുപ്പിക്കായിരുന്നു, എന്നിട്ട് അടിക്കുറിപ്പും കൊടുക്കായിരുന്നു, സിംഹവും ഓയിലൊന്നും പറഞ്ഞോണ്ട്. അലീന സ്റ്റാലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ആ ഗൗരവത്തിന്റെ ഒരു മാറ്റമൊന്നുമില്ല. ആ ഗൗരവം അങ്ങനെ തന്നെ നിൽക്കുക. പപ്പ എഴുന്നേറ്റ് വരാനും പറഞ്ഞോണ്ട് അയാളുടെ കയ്യെ പിടിച്ചങ്ങോട്ട് എഴുന്നേപ്പിച്ചു. അങ്ങനെ ഒടുവില് സ്റ്റാലി എഴുന്നേറ്റു. പക്ഷെ ഇതിനൊക്കെ മുമ്പ് തന്നെ അവധി കുടിച്ചാൻ പോയി ഡൈനിങ് ടേബിളിൽ സാധനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അലീന എന്നും ഭക്ഷണം വിളമ്പി. അങ്ങനെ പാലപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും ഇഡ്ഡലിയും ചട്നിയും എല്ലാം അവളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാലി തന്റെ പ്ലേറ്റിലേക്ക് നോക്കി. എവിടെ? അല്ല, എന്റെ ഫോർക്കും നൈഫും സ്പൂണും ഒക്കെ എവിടെയാ? അയ്യോ, അതല്ല, ഞാൻ കഴുകാൻ ഇട്ടിരിക്കുക. അതെന്താ കഴുകിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. പോയി എടുത്തോണ്ട് വാ. അതെ, ഒരു ദിവസത്തേക്ക് പപ്പ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കൈ കൊണ്ട് കഴിച്ചെന്ന് വെച്ചാൽ കയ്യിലെ വാച്ചൊന്നും ഊരിപ്പാണൊന്നും പോകത്തില്ല.
സ്റ്റാലിക്ക് അത് കേട്ടപ്പോ ദേഷ്യമായി. അയാൾ പ്ലേറ്റ് തള്ളി നീക്കി എഴുന്നേക്കാൻ ഭാവിച്ചു അലീന കയ്യിലേക്ക് കയറി പിടിച്ചു. പപ്പ പ്ലീസ് ഒന്നിരിക്കുക, തൽക്കാലം എന്റെ ഈ കൈ കത്തിയും മുള്ളുവാണെന്ന് പപ്പ കരുതണതാ. കത്തി കൊണ്ട് പാലപ്പം ഇങ്ങനെ മുറിച്ച് ഈ മുള്ളു കൊണ്ട് കുത്തിയെടുത്ത് സ്റ്റൂ മുക്കി പപ്പയുടെ വായ്ക്ക് നേരെ കൊണ്ടുവരുക. അവൾ എന്ത് ചെയ്തു? കൈ കൊണ്ട് കുറച്ച് അപ്പം മുറിച്ചെടുത്ത് അങ്ങനെ സ്റ്റൂവും മുക്കിയെടുത്ത് സ്റ്റാലിയുടെ നേർക്ക് കൊണ്ടുവന്നു. സ്റ്റാലി പെട്ടെന്ന് മുഖം കൂടെ മാറ്റി. പപ്പ ഇത് കഷ്ടമാണ് കേട്ടോ, പപ്പ ഒന്ന് ആലോചിച്ച് നോക്കി. സൊമാലിയയിലും എത്യോപ്യയിലും ഒക്കെ നമ്മളെപ്പോലെ തന്നെ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ആഴ്ചയിൽ ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ വിശന്ന് മരിച്ചു പോന്നു. പപ്പ കണ്ടിട്ടില്ലേ ടിവിയിൽ അതൊക്കെ? തലയോട്ടിയും 2 കണ്ണും പല്ലും എല്ലാം തോലുമുള്ള പട്ടിണി കോലങ്ങളെ. എന്നിട്ട് പപ്പയുടെ ആഹാരം 4 മണിക്കൂർ വൈകിയതിന്റെ പേരില്, അല്ലെങ്കിൽ കത്തിയും മുള്ളുമില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെ കടം പിടുത്തം പിടിക്കുക ശരിയാണോ? അപ്പോഴേക്കും സ്റ്റാലിയുടെ മുഖത്ത് ആ ദേഷ്യം ഒന്ന് അയഞ്ഞു. മകളുടെ മുന്നിൽ ഇനി പിടിവാശിക്ക് അർത്ഥമല്ലെന്ന് മനസ്സിലായി. കാരണം എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവളുടെ ചിട്ടകളും തർക്കങ്ങളും എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായി. അലീന നീട്ടിയ അപ്പത്തിലേക്കൊന്ന് നോക്കി. പിന്നീട് ഒടുവിൽ അയാൾ വാ തുറന്നു. എന്നിട്ട് അത് കഴിച്ചിട്ട് പറഞ്ഞു, അതെ ഇനി ഞാൻ എടുത്ത് കഴിച്ചോളാം. അല്ല പപ്പയുടെ കൈ കഴിയില്ലല്ലോ, ഇനി എഴുന്നേറ്റ് പോകണ്ടേ? അത് വേണ്ട, പപ്പ വലിയ നാണക്കേടൊന്നും വിചാരിക്കേണ്ടെന്നേ. വേറെ ആരും കാണുന്നില്ല, വല്യപ്പച്ചനല്ലേ ഉള്ളൂ. അലീന എടുത്തു കൊടുക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാലി ചോദിച്ചു, നിനക്ക് കഴിക്കണ്ടേ? അപ്പം ഞാനും കൂടെ പപ്പയുടെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചോട്ടെ, പപ്പയ്ക്ക് കുറിച്ചിലൊക്കെ തോന്നുവോ? ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പനും മകളും ഒരേ പാത്രത്തിൽ ആഹാരം പങ്കിട്ട് കഴിക്കും നോക്കി. ആവത് കുടിച്ചാന കുറച്ചു സമയം ഇങ്ങനെ ഇരുന്നു. വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നോണ്ട് സ്റ്റാലി അമ്പരന്നു. അലീന പെട്ടെന്ന് എന്ത് ചെയ്തു? അയാളുടെ കൈത്തണ്ടയിലേക്ക് മുഖം വെച്ച് ഏങ്ങലടിച്ചു കരയെ വേണം. അവധിക്കുട്ടി ഞാൻ ഒരു നിമിഷം അന്താളിച്ചു പോയി. തന്റെ കൈത്തണ്ടയിലേക്ക് അലീനയുടെ ചൂട് കണ്ണീര് വീഴുന്ന സ്റ്റാലി അറിയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മുഖം എടുത്തിട്ട് അവള് കണ്ണും മുഖമൊക്കെ തുടച്ചിട്ട്, സോറി പപ്പ, എന്റെ സന്തോഷം കണ്ട ഞാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ട്. എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഇത്രയും ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോറി കേട്ടോ. അവളുടെ കണ്ണുകൾ രണ്ടും വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടുവയെ പോലെ വന്ന സ്റ്റാലിയെ മെരുക്കിയെടുക്കുവാണ് അലീന. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഇനിയിപ്പോ മണിശങ്കർ അലീനയെ കാണാനായിട്ട് കൊളത്തൂപ്പുഴ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കാത്തിരിക്കണം കേട്ടോ. നാളെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ എന്താണെങ്കിലും ചല്ലത്ത് അപ്ലോഡ് ചെയ്യട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.